കൂട്ടുകാർക്ക് ഒരുപാട് നാൾ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നിട്ട് ചെറിയൊരു ലോങ് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ കെട്ടിയത് ഒരു പഴയ ടീഷർട്ട് ഇരിപ്പുണ്ട്. ഇവിടെ കോളറൊക്കെ മൊത്തം ഡാമേജ് ആയിട്ട് ഇടാനായിട്ട് കൊള്ളത്തില്ല. പിന്നെ ബോയ്സിൻ്റെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ടീഷർട്ട് ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് റീസൈക്ലിങ് ചെയ്തെടുക്കാന്ന്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ടീഷർട്ട്. അപ്പോൾ ഇതിൻ്റെ കോളറൊക്കെ ഒരു സ്റ്റിച്ചൊക്കെ വിട്ടുപോയി ഡാമേജ് ആയതാണ്. നമുക്ക് ഈ കൈക്കുഴിയുടെ ഭാഗമില്ലേ, കൈ വരുന്ന ഭാഗം അതിൻ്റെ നേരെ താഴെ വെച്ച് നമുക്ക് കൊണ്ടുവന്ന് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസായി. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി വേണം. അപ്പോൾ എനിക്കിത് വീതി കുറവാണ്. കുറച്ചും കൂടി വീതി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വീതി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ല, 2 പീസാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ബോഡിയുടെ ഭാഗം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 2 പീസാക്കി കിട്ടും. നമുക്ക് 2 പീസായിട്ടാണ് വേണ്ടത്. ഓൾറെഡി 2 സൈഡിൽ സ്റ്റിച്ച് വരുമല്ലോ, 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു സൈഡിൽ വരുന്ന ഭാഗം വീതി 3 സെൻറ്റിമീറ്ററും താഴേക്ക് നീളം 4 സെൻറ്റിമീറ്റർ വെച്ചെടുക്കുക. അളന്നെടുത്തിട്ട് ഒരു ചെറിയൊരു കേർവ് ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. ഞാൻ വരച്ചത് കണ്ടില്ലേ, അതുപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിടണം. അപ്പോൾ താഴ്ഭാഗം കീഴ്പോട്ട് തന്നെ വരും. അപ്പോൾ ബാക്കി 2 ഭാഗം ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആ കർവ് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് കൈക്കുഴിയായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് കൈക്കുഴിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ അടുത്ത് ഇട്ട് കഴിയുമ്പോൾ 2 കൈക്കുഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കൈയുടെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് നമുക്ക് നെക്കായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ചെറിയൊരു വീതിയിൽ 2 മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം വീതിയിലെടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയൊരു വീതിയിൽ, കുറച്ചും കൂടി വീതി കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും കേട്ടോ. ഇതെനിക്ക് ഒരു മീഡിയം ലെവലിലാണ് ഞാനിപ്പോൾ ഇത് മടക്കി വെച്ചിരിക്കുന്നത്. ഇച്ചിരി വീതി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് 2 പീസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, അപ്പം 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനത് എനിക്ക് തോന്നുന്നു ഇത് ഇത്തിരി വീതി കൂടി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച്, ഞാനിപ്പോൾ ഒരു 1 ഇഞ്ച് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് എടുത്താൽ മതി. അധികം വീതി വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അവിടെ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കറക്റ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ 1/2 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 1 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഞാൻ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വലിച്ച് പിടിച്ചിട്ട്, ആ ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചുളിവ് കിട്ടും. ചുളുങ്ങി ഇരുന്നോളും. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ചുളിവ് വരുന്നുണ്ടോ, അതുപോലെ ഇരുന്നോളും. അപ്പോൾ ഒന്ന് ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഒരുപാട് ഭയങ്കരമായിട്ട് വലിച്ചെടുക്കണ്ട, അന്നേരം ശരിക്കും അങ്ങ് ചുരുങ്ങി കൂടിപ്പോവും. അപ്പം ഒരു മീഡിയം ലെവലിൽ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കഴുത്തിൻ്റെ ഒരു ഭാഗം കിട്ടി. ഇത് കണ്ടില്ലേ, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഞാൻ. അതുപോലെ ബാക്കി മറ്റേ പീസും കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് 2ഉം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ മെയിനായിട്ട് കഴുത്ത് വരുന്ന ഭാഗം. കണ്ടില്ല, കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, കഴുത്തിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പീസ് വെച്ചില്ല, അതിൻ്റെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, വീഡിയോയിൽ അത് വന്നില്ല, ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 സൈഡും വേണം, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കണം. ഓക്കെ, സോറി, ഇത് ഞാൻ വെച്ചേക്കണ തെറ്റാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തേക്ക് ഇതുണ്ടല്ലേ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരണം. പിന്നെ ഇത് ഞാൻ പുറത്ത് വെച്ചിട്ട് പുറംഭാഗം കേട്ടോ, നല്ല വശത്ത് വെച്ചാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് സ്റ്റിച്ചിങ്, മറ്റേ ഭാഗം ഉള്ളിലേക്ക് വെക്കോളും. കണ്ടില്ലേ, ഇത് പുറം ഭാഗമായിട്ടാണ് വരുന്നത്.
അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ കൈയുടെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തയ്ക്കാത്ത ഭാഗം കൈക്കുഴിയുടെ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം കൈക്കുഴിയുടെ ഭാഗത്തേക്കും വരണം. ഇത് കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുണ്ടോ, ഇങ്ങനെ വരും. കഴുത്തും വന്നു, ഷോൾഡറിൻ്റെ പകുതി ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ പീസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഭാഗം കൂടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത നീളം എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. എന്നിട്ട് 5.5 വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 5.5 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് എനിക്ക് വീഡിയോയിൽ കാണിച്ച് തന്നില്ല, എടുത്തില്ല വീഡിയോ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. അത് ക്യാമറയിൽ ഷൂട്ടായില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എടുത്തേക്കണ നീളം, ഈ ഷോൾഡറിൻ്റെ എടുത്തേക്കണ നീളം 6.5 മൊത്തം എടുത്തത്. അതിൽ 5.5 വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ട് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു. കണ്ടില്ല? അപ്പോൾ ഞാൻ 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കാം. അപ്പം ഒന്ന് വിടർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല? ഇതുപോലെ 2 സൈഡിലേക്കും അറ്റാച്ച് ചെയ്ത് വെച്ചു, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ കണ്ടില്ല, നമുക്ക് ഷോൾഡറായി. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാട്ടോ. നമുക്ക് ഇങ്ങനെ ഹാഫ് കൈക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ. ഇനി നമ്മൾ ബാക്കി ആ ബനിയൻ്റെ കൈയാണിത്. അത് നമുക്കൊന്ന് പീസാക്കി അളവെടുത്ത് മുറിക്കണം. അതിന് വേണ്ടിയിട്ട് ആ കൈ ഞാനൊന്ന് സെപ്പറേറ്റ് പീസാക്കി എടുത്തിട്ട് ആ കൈയുടെ മുകളിലേക്ക് ഇതൊന്ന് വെക്കാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈക്കുഴിയായിട്ട് നമ്മൾ അളവെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അടിയിലേക്ക് വെക്കുക. അതിന് ശേഷം ഇത് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ആ മെഷർമെൻറ്റ് ഒന്ന് അളവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. കർവ് ഇത് തന്നെ ഉണ്ടോ അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് ക്യാമറയിൽ ശരിക്കും കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ശരിക്കും ഒരു നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ കൈയും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 2 കൈയും കൂടി ഒരുപോലെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഒരു കർവ് ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് കയ്യിൽ ഇലാസ്റ്റിക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ആദ്യം കഴുത്തിൽ ചെയ്ത പോലെ തന്നെ ഞാൻ എന്തായാലും കയ്യിൽ ഇലാസ്റ്റിക് വെക്കുന്നില്ല കേട്ടോ. എനിക്ക് കറക്റ്റ് കൈയാണ്, എനിക്ക് ഒരുപാട് ഇങ്ങനെ വീതിയില്ല. അപ്പോൾ എനിക്ക് കയ്യിൽ ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നില്ല. ഇനി നമുക്കിതാ കയ്യിലേക്ക് അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് മുതൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കൈ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമുണ്ടാവും. അപ്പോൾ ഈ കൈയുടെ സെൻറ്ററിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നും ഒന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണിയുടെ നമ്മൾ ടോപ്പിൻ്റെ നല്ല വശം എടുക്കുക. അതിന് ശേഷം ഈ കൈയുടെ ചീത്ത വശവും എടുക്കുക. ടോപ്പിൻ്റെ നല്ല വശവും കൈയുടെ ചീത്ത വശവും എടുക്കുക. അപ്പം മറിച്ചിടുമ്പോൾ രണ്ടും നല്ല വശം നമുക്ക് കിട്ടും. ഓക്കെ, മറന്നു പോകണ്ട. ടോപ്പിൻ്റെ നല്ല വശവും കൈയുടെ ചീത്ത വശവും എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് ചീത്ത വശം നല്ല വശം അങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ രണ്ടും നല്ല സൈഡായിട്ട് വരും. അപ്പോൾ അത് മിക്ക ആളുകൾക്കും തെറ്റിപ്പോകുന്ന, തുടക്കക്കാർക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ഷോൾഡർ ഫുള്ളായിട്ട് ഒന്ന് കൈ ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ ശരിക്കും ആ കൈയുടെ വളവൊക്കെ നന്നായിട്ട് പിടിച്ച് വെച്ചിട്ട് തയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടില്ല. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിൽ 2 കൈയുടെയും ഷോൾഡറിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടുത്ത സൈഡും കൂടി എന്ന് വെച്ചാൽ ആ ബാക്കിയും കൂടി സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഒരു കൈ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ കൈയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റേ കൈയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 കൈയും സ്റ്റിച്ച് ചെയ്തു. ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക്
പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മുടെ ഷേപ്പ് അടക്കുക, കൈയുടെ വണ്ണം എടുക്കുക, അപ്പോൾ ഷേപ്പ് അളക്കുക. അപ്പോൾ ബനിയൻ ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് അധികം ഷേപ്പിൻ്റെ ആവശ്യമില്ല. എനിക്കാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ, കണ്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പും കൂടി അടയാളപ്പെടുത്തി. ഓക്കെ, അങ്ങനെയുണ്ട്, ഞാൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോളോ ടീഷർട്ടായിരുന്നു, കോളർ കയറിയിട്ടുള്ള ജെൻസിൻ്റെ ടീഷർട്ടായിരുന്നു. ഇപ്പോൾ ദാ നമ്മുടെ ലേഡീസ് ടീഷർട്ടായി അല്ലേ.